ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ജോസ് കെ മാണിയാണ്. നിങ്ങൾക്കറിയാം, പാല ബെർലിൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാലോ. ഈ പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും ഒരു അക്കാദമിക് ഹബ്ബാക്കി മാറ്റാനും ശ്രമം നടത്തുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവാണ്, അധ്യക്ഷനാണ് ജോസ് കെ മാണി. അപ്പോൾ അദ്ദേഹമാണ് പാലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ ജോസ് കെ മാണി. ഫ്ലോറിൽ ഞാനും എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിമും ഉണ്ട്. താങ്കൾക്ക് ആദ്യം ചോദിക്കട്ടെ, ഉച്ചയുറക്കമുണ്ടോ? എങ്ങനെ ഉറക്കമില്ല. ഇല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഉച്ച കഴിയും, അതുകൊണ്ട് ഉറക്കമൊന്നുമില്ല. അല്ല, ഞാൻ വിചാരിച്ചെന്ന് പറയാം, പല പ്രേക്ഷകരും അവരുടെ ഉറക്കം ഞങ്ങൾ കളയുന്നു, മൂന്നുപേരും ഇങ്ങനെ നിൽക്കല്ലേ, അതുകൊണ്ട് താങ്കളുടെ ഉറക്കവും ഞങ്ങൾ കളഞ്ഞു. അല്ലെങ്കിൽ തന്നെ നേതാക്കന്മാർക്ക് ഉറക്കം പോകുന്ന കാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഓക്കെ. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം പാലയിൽ വെച്ച് താങ്കളെ കണ്ടപ്പോഴാണ് ഈ IIIT അതുപോലുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ ഇപ്പോൾ പാലയിലുണ്ട്. എനിക്ക് വലിയ അഭിമാനം തോന്നി. പാല പോലെ ഒരു സ്ഥലത്ത് ഇത്രയധികം ഒരു നഗരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്, വലിയൊരു നഗരം, ചെറിയ നഗരമല്ല, അതുപോലെ പാലയെ മാറ്റുന്നു. ഈ IIIT പോലുള്ള സ്ഥാപനങ്ങൾ താങ്കൾ അവിടെ കൊണ്ടുവന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, ഞാൻ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത്, അത് പാർലമെൻറ്റ് അംഗമായാലും ഒരു നിയമസഭാ അംഗമായാലും നമുക്ക് പ്രാദേശിക വികസന ഫണ്ടുകളുണ്ട്, അതുകൊണ്ടുള്ളൊരു വികസനം നടത്തുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ, അത് എന്ത് നമുക്ക് കൊണ്ടുവരുവാൻ, അത് കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും പ്രോജക്റ്റ് എന്തൊക്കെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ കോട്ടയവുമായി ബന്ധപ്പെട്ട്, പാലായുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം സാക്ഷരത നാടാണ്, ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്തും കോട്ടയത്തും ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇപ്പോൾ പലരും നമുക്കറിയാം, ഇന്ന് വിദേശത്തേക്ക് പോകുന്നു, അതിന് പകരം അവരെ ഇവിടെ പിടിച്ചു നിർത്തണം, ഇവിടെ ജോലി വേണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ IIIT, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. താങ്കൾക്കറിയാം, ജേർണലിസവുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യയിൽ ഒരെണ്ണമേ ഉള്ളൂ, അതാണ് ഇപ്പോൾ കോട്ടയത്തുള്ളത്. അതുപോലെ തന്നെ സയൻസ് സിറ്റിയും, അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാലയവും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും, അതോടൊപ്പം തന്നെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും, ഇതൊക്കെ നമ്മൾ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുണ്ട്, പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് കേന്ദ്രത്തിൻ്റെ ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇവിടെ വരികയും അവരുടെ കോൺവൊക്കേഷൻ പങ്കെടുക്കുകയും ചെയ്തു. 6 ബാച്ച് പാസ് ഔട്ട് ചെയ്തു. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ പല നേതാക്കന്മാരും, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെന്നെ ആക്ഷേപിക്കുകയുണ്ടായി. പലരും പറഞ്ഞു, ഇത് ഇവിടെയുള്ളവർ തന്നെ പറയും, ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണല്ലോ, ഇത് എന്താണ് എന്നതാണ്, ഇതൊന്നും പ്രയോജനമില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതൊക്കെ ഞാൻ ഓർത്തുപോവുകയാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആ ഒരു സ്ഥാപനമായി മാറി, JEE എക്സാം എഴുതി IITക്ക് അഡ്മിഷൻ കിട്ടുന്നത് പോലും, അവർ പോലും, അങ്ങനെ പല കുട്ടികൾ പോലും ഇപ്പോൾ ഈ IIITയിലേക്ക് അവിടെ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രദേശമായി മാറി. 2000 കുട്ടികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെൻറ്റിൽ ഏതാണ്ട് 65 ലക്ഷം രൂപ ആനുവൽ പേ ആയിട്ട് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. ഈ പറയുന്ന ഒരു നമ്പർ 1 എന്ന് പറയുന്ന റാങ്കിങ് വരുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഫാക്കൽറ്റി, നമ്പർ ഓഫ് വാട്ട് ഇസ് ദ റിസൾട്ട്, പ്ലേസ്മെൻറ്റ്, റിസർച്ച് വർക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ഒരു ടെക്നോ സിറ്റി അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നവർ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ കൊണ്ടുവരിക. അത് റിവേഴ്സ് മൈഗ്രേഷനാണ് നമുക്ക് ആവശ്യം. അവരെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇവിടെ തന്നെ കണ്ടുപിടുത്തങ്ങൾ, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ഇന്ത്യയിൽ 4 or 5 സ്ഥാപനത്തിൽ മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ IIT ഉള്ള പോലെയുള്ള മേഖലയിൽ അതിൽ ഒരെണ്ണമാണ് പാലായിലുള്ള IIIT. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു വരികയാണ്. ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കോട്ടയത്ത് മാത്രമല്ല കേരള സംസ്ഥാനത്ത് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.